രാവിലെ ഇരുണ്ട് മൂടി കിടക്കുമായിരുന്നു കേട്ടോ ആകാശം. അതാണ് അടുക്കള ആകെ കൂടി ഇരുണ്ട് കിടക്കുന്നത്. കുക്കറിൽ കടല വേവിക്കാൻ വെച്ചിട്ട് ഞാനൊരു കാപ്പിയും എടുത്തു, മോൾക്ക് ബൂസ്റ്റ് ഇട്ട് പാലും എടുത്തു. പിന്നെ പോയി ക്ലീനൊക്കെ ചെയ്ത് വന്നു. ബ്രേക്ക്ഫാസ്റ്റായി, ലഞ്ചായി. 2.5 മാസത്തെ വെക്കേഷൻ കഴിഞ്ഞപ്പോഴേക്കും ഉണ്ടല്ലോ മനസ്സ് ബ്ലാങ്ക് പേപ്പർ പോലെയായിരുന്നു. എവിടെ സ്റ്റാർട്ട് ചെയ്യണം എവിടെ എൻഡ് ചെയ്യണം എന്നറിയാൻ വയ്യാത്തൊരവസ്ഥ. പുട്ടും കടലയും ആക്കാമെന്ന് ഇന്നലെ തന്നെ തീരുമാനം ഉണ്ടായിരുന്നു, എന്നാലും ഒരു കൺഫ്യൂഷനായിരുന്നു. പിന്നെ കറികൾക്കായിരുന്നു കൺഫ്യൂഷൻ. രസവും വെച്ച് തോരൻ അരിഞ്ഞിട്ടപ്പോഴേക്കും ബസ് പോയി. കാരണം ഇന്ന് ബസ് വളരെ നേരത്തെയായിരുന്നു. സാധാരണ 8:15 ആകുമ്പോൾ വരുന്ന ബസ് ഇന്ന് 8 o'clock തന്നെ എത്തി. ഞങ്ങൾ റെഡി ആയിട്ടില്ലായിരുന്നു. പിന്നെ ചേട്ടായി പറഞ്ഞു ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് റെഡി ആയാൽ മതി, ഞാൻ കൊണ്ടുവിടാം, ഫസ്റ്റ് ഡേയും കൂടെ അല്ലേ എന്ന് പറഞ്ഞു. ഇവിടുന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചില്ലെങ്കിൽ ഇവരുടെ മോർണിംഗ് സ്നാക്സ് ടൈം എന്ന് പറയുന്നത് ഏകദേശം ഒരു 10:30 ആകും. അത്രയും നേരം വിശന്നിരിക്കേണ്ടാത്തതുകൊണ്ട് ബ്രേക്ക്ഫാസ്റ്റ് തന്നെയാണ് ഞങ്ങൾ സ്നാക്സായിട്ട് കൊടുത്തു വിടുന്നതും കേട്ടോ. ഇത്തിരി ബ്രേക്ക്ഫാസ്റ്റ് ഇവിടുന്ന് കഴിച്ചിട്ട് പോകും, ബാക്കി അവിടുന്ന് കഴിക്കും. അങ്ങനെ അവർ സ്കൂളിൽ പോയി കഴിഞ്ഞപ്പോഴേക്കും ഞാൻ പാൽപാത്രം കൊണ്ടുവയ്ക്കാൻ പോയി. സാധാരണ ഇത് മക്കളുടെ ഡ്യൂട്ടിയാണ്. വെക്കേഷൻ ടൈമിലൊക്കെ അവരാണ് ഇത് കറക്റ്റായിട്ട് ചെയ്തുകൊണ്ടിരുന്നത്. ഏകദേശം ഒരു 9:30 കഴിയുമ്പോഴാണ് പാല് വരുന്നത്. അപ്പോഴേക്കും പിന്നെ എനിക്ക് വിശപ്പ് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. രാവിലെ ഒരു കുഞ്ഞ് കാപ്പിയിലല്ലേ ഇരുന്നത്. പിന്നെ പോയി ഒരു ചായ ഇട്ടു, പുട്ടും കഴിച്ചു അതിൻ്റെ കൂടെ. പിന്നെ പോയി കുളിച്ചു, റെഡിയായി, ബാക്ക് ടു മൈ വർക്ക് സ്പേസ്. അപ്പോൾ ബാക്കി നാളെ.